ചന്ദ്രകളഭം ചാർത്തിയുറങ്ങും തീരം ഇന്ദ്രധനുസിൻ തൂവൽ കൊഴിയും തീരം. ബാക്ക്ഗ്രൗണ്ട് ഫില്ലറായി പോയി എന്നുള്ളത് ഒരു കഷ്ടകാലമാണോ നല്ല കാലമാണോ എന്നറിയില്ല. നസീർ സാറ നല്ല ഉച്ചാരണ ശുദ്ധിയോടുകൂടി പാടുന്നതല്ലേ. മെല്ലെ മെല്ലെ മുഖപടം തെല്ലൊതുക്കി. നമസ്കാരം, ESP മീഡിയയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഇബ്രു. ഇന്ന് വളരെ സന്തോഷത്തോടു കൂടിയാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ദാസേട്ടൻ്റെ 80-90 കാലഘട്ടങ്ങളിലെ ഗാനങ്ങൾ ഇന്നും നമ്മുടെയൊക്കെ മനസ്സിലുണ്ട്. ഇന്ന് ആ ഗാനങ്ങളൊക്കെ അതിൻ്റേതായ തനിമയോടുകൂടി നമ്മളിലേക്ക് എത്തിക്കുന്ന എൻ്റെ ഏറ്റവും അടുത്ത പ്രിയ സുഹൃത്ത് ഫലാഹ് അലിയാണ് ഇന്ന് എന്നോടൊപ്പം ഉള്ളത്. ഫലാഹ്, എന്താ വിശേഷമൊക്കെ? നല്ല വിശേഷം, സുഖം. ഫലാഹ് അലീനെ ഞാൻ ഒരുപാട് നാളായി ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂവിലേക്ക് വിളിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സമയം കിട്ടാത്തതിൻ്റെ പേരിൽ അങ്ങനെ അങ്ങോട്ട് മാറിപ്പോകുന്നു അല്ലേ? ഇതിനു മുമ്പ് നമ്മൾ മീറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചു, പക്ഷേ അല്ലേ. ഫലാഹ് അലിയുടെ ഒരുപാട് ഗാനങ്ങളും പാട്ടുകളൊക്കെ നിങ്ങൾ ഒരുപാട് സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ കണ്ടിട്ടുണ്ടാവും. ഒരുപാട് മില്യൺ കണക്കിന് ആളുകൾ ഷെയർ ചെയ്യുകയും വ്യൂസ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന പാട്ടുകളാണ് ഫലാഹ് അലി പാടുന്നത്. എന്താണ് ഈ ദാസേട്ടൻ്റെ പാട്ടുകൾ മാത്രം തിരഞ്ഞെടുത്ത് പാടാനുള്ള കാരണം? അങ്ങനെയല്ല, അത് കുറച്ച് നാൾ മുമ്പ് തുടങ്ങി തന്നെ. ശരിക്കും പറഞ്ഞാൽ കോളേജ് കാലഘട്ടം മുതൽ തന്നെ ദാസേട്ടൻ്റെ പാട്ടുകളാണ് പാടിയിട്ട് വരണത്. അത് എന്താണെന്നറിയില്ല, കാരണം നമുക്കത് പാടുമ്പോൾ നമുക്ക് എന്തോ ഒരു നമുക്ക് ഈസിനെസ് ആണ്. പാട്ടുകൾ ഈസി ഒന്നുമല്ല, ബുദ്ധിമുട്ട് തന്നെയാണ്. പക്ഷെ എന്നാലും നമുക്കത് പാടുമ്പോൾ എനിക്ക് സൂട്ടബിൾ ആണെന്നുള്ളൊരു ദാസേട്ടനോട് ഒരു പ്രത്യേക ഇഷ്ടം ഉണ്ടാവും. പിന്നെ തീർച്ചയായിട്ടും അതുകൊണ്ടായിരിക്കും അങ്ങനെ വരുന്നല്ലേ. പിന്നെ ദാസേട്ടനോട് വലിയൊരു ആരാധനയും ഇഷ്ടമൊക്കെയാണ്, ആ ശബ്ദത്തിനോടും. ഇപ്പോൾ ദാസേട്ടൻ്റെ പാട്ടുകളാണ് ഏറ്റവും കൂടുതൽ ഫലാഹ് അലി പാടുന്നത്, സ്റ്റേജിലും അതുപോലെ തന്നെ എല്ലായിടത്തും. അപ്പം എങ്ങനെയാണ് അതിലേക്ക് എത്തിപ്പെടുന്നത്? ശരിക്കും വളരെ നേരത്തെയാണ്. ഞാനൊക്കെ ഒരു 90s കിഡ്സ് ആണല്ലോ. ഇപ്പം 90 തുടങ്ങിയുള്ള നമ്മൾ പാട്ടുകൾ ഇങ്ങനെ ശ്രദ്ധിച്ചു വരുമ്പോൾ ഏറ്റവും കൂടുതൽ പാട്ടുകൾ പാടുന്ന ദാസേട്ടനാണ് സ്വാഭാവികമായിട്ടും. നമ്മൾ ആരായാലും ശ്രദ്ധിച്ചു പോകും. അപ്പോൾ ആ ഒരു ശ്രദ്ധക്ക് ഉപരിയായിട്ട് അദ്ദേഹത്തിൻ്റെ പഴയ പാട്ടുകൾ നമ്മൾ തപ്പിപ്പിടിച്ച് കേൾക്കുന്ന ഒരു സ്വഭാവത്തിലേക്ക് വന്നു. മാത്രമല്ല TV ദൂരദർശനാണെന്നുള്ളത്, പിന്നെ റേഡിയോ, ഇതിലൂടെ എല്ലാം അദ്ദേഹത്തിൻ്റെ ശബ്ദമാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിലും മുൻപ് ഇപ്പോൾ ചിത്രഗീതം പോലുള്ള പരിപാടികളൊക്കെയാണെങ്കിൽ അതിൽ പഴയ പാട്ടുകൾ കേൾപ്പിക്കും. അപ്പം ആ ഒരു കാലം മുതൽ നമ്മൾ ശ്രദ്ധിക്കുന്നതാണ് ദാസേട്ടൻ്റെ പാട്ടുകൾ. അപ്പോൾ അങ്ങനെ പിന്നെ നമ്മൾ പഴയ കാലങ്ങളിലേക്ക് തപ്പിപ്പോയി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ തുടക്കകാലങ്ങളിലുള്ള നസീർ സാറിന് വേണ്ടിയിട്ടൊക്കെ പാടിയിട്ടുള്ള പാട്ടുകൾ, അതിൽ ഒരുപാട് മനോഹരമായ പാട്ടുകളുണ്ട്. അതിലൊരു പാട്ട് നമുക്ക് കേട്ടാലോ? ഓ പിന്നെ, നസീർ സാറിന് വേണ്ടിയിട്ട് ദാസേട്ടൻ പാടിയ പാട്ട് എവർഗ്രീനാണ്. ദേവരാജ് മാഷാണ് സംഗീതം പകർന്ന്, വയലാറിൻ്റെയാണ് വരികൾ. ചന്ദ്രകളഭം ചാർത്തിയുറങ്ങും തീരം ഇന്ദ്രധനുസിൻ തൂവൽ കൊഴിയും തീരം ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടി, എനിക്കിനിയൊരു ജന്മം കൂടി. ചന്ദ്രകളഭം ചാർത്തിയുറങ്ങും തീരം ഇന്ദ്രധനുസിൻ തൂവൽ കൊഴിയും തീരം ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടി, എനിക്കിനിയൊരു ജന്മം കൂടി. എന്താണെങ്കിലും അടിപൊളിയായിട്ടുണ്ട്, സൂപ്പറായിട്ട് പാടി. അത് ശരിക്കും ഏത് കാലഘട്ടത്തിലായിരിക്കും പറയാം? ഇതൊക്കെ ഒരു 60-68 കാലഘട്ടങ്ങളാണ്, ലാസ്റ്റ് 68. അത് കേൾക്കുമ്പോൾ ഇപ്പൊ പാടിയ ഒരു പോലെ നമുക്ക് തോന്നാറുള്ളൂ. പിന്നെ തീർച്ചയായിട്ടും അതിനൊരു ഫ്രഷ്നെസ് ഉണ്ട് ആ പാട്ടിനൊക്കെ. ഇപ്പൊ ഞാനിപ്പോ ആ കാലഘട്ടത്തിലുള്ള ഒരാളല്ല, നമ്മളായാലും നമ്മുടെ തലമുറയൊക്കെ അതിന് ശേഷമാണ്. എങ്കിൽ പോലും ഈ പാട്ടുകളൊക്കെ ഇപ്പോഴും അത് വളരെ ഇഷ്ടമല്ലേ നമുക്കൊക്കെ. ശരിക്കും 80 കാലഘട്ടങ്ങളിലൊക്കെ ദാസേട്ടന്റെ പാട്ടൊക്കെ ഇപ്പോഴും ഭയങ്കര ഹിറ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഭയങ്കര എന്താണ് അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയാൻ പറ്റും? ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഈ ഒരു
കാലഘട്ടത്തിലെ പാട്ടുണ്ടല്ലോ, ഒരു 60-70 കാലഘട്ടങ്ങളിലൊക്കെ ദാസേട്ടനെ ഞാൻ ശ്രദ്ധിച്ചിരിക്കുന്നത് എന്താ വെച്ചാൽ അന്നത്തെ റെക്കോർഡിങ്ങിന് ഫെസിലിറ്റീസ് കുറവാണ്. അറിയാലോ, ഒറ്റ മൈക്കൊക്കെ വെച്ചിട്ടായിരിക്കും പാടുന്നത്. പക്ഷെ അപ്പൊ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പൊ ദാസേട്ടന്റെ വോയിസിന്റെ ആയാൽ പോലും ഇൻസ്ട്രുമെന്റ്സിന്റെ ആയാൽ പോലും ബേസ് ടോണും കിട്ടൂല. എപ്പോഴും മിഡും ഹൈസും മാത്രമേ കിട്ടുള്ളൂ. അപ്പൊ നമ്മളിപ്പോ പാട്ടുകൾ ശ്രദ്ധിച്ചാൽ തന്നെ അറിയാം. ഇപ്പൊ ഞാൻ ഇപ്പൊ പാടിയ പാട്ടായാലും ഒക്കെ ഹൈസാണ് നമ്മൾ കേട്ടോണ്ടിരിക്കുന്നത്. അപ്പൊ അത് ശരിക്കും ദാസേട്ടന്റെ ബേസ് വോയിസ് നമുക്ക് ആ ഒരു കാലഘട്ടത്തിൽ കിട്ടിയില്ല എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം അദ്ദേഹത്തിന്റെ പവർ അതാണ്. അപ്പോൾ അതൊരു 80 കാലഘട്ടങ്ങളിലൊക്കെ എത്തിയപ്പോഴാണ്, 75-80 കാലഘട്ടം എത്തിയപ്പോൾ ടെക്നോളജി കുറച്ച് മാറി. ആ സമയത്താണ് പിന്നീട് അദ്ദേഹത്തിന്റെ ഏറ്റവും മനോഹരമായ ശബ്ദത്തിലൊക്കെ നമ്മൾ പാട്ട് കേട്ട് തുടങ്ങിയത്. 80 കാലഘട്ടങ്ങളിലൊക്കെ തുടങ്ങി. അപ്പൊ 80 കാലഘട്ടങ്ങളിൽ തുടങ്ങി. ശബ്ദം മാറിയതല്ല, ആക്ച്വലി ആ ടെക്നോളജി മാറിയതുകൊണ്ട് നമുക്ക് വളരെ മനോഹരമായിട്ടുള്ള പാട്ടുകൾ കിട്ടി. മിഴിയോരം നനഞ്ഞൊഴുകും മുകിൽ മാലകളോ നിഴലോ മഞ്ഞിൽ വിരിഞ്ഞ പൂവേ പറയൂ നീ ഇളം പൂവേ. മിഴിയോരം നനഞ്ഞൊഴുകും മുകിൽ മാലകളോ നിഴലോ മഞ്ഞിൽ വിരിഞ്ഞ പൂവേ പറയൂ നീ ഇളം പൂവേ. ആ ഒരു കാലഘട്ടമൊക്കെ ആയപ്പോ ദാസേട്ടന്റെ ശബ്ദം വളരെ മനോഹരമായിട്ട് അപ്പൊ ഹിന്ദിയിലൊക്കെ പാടിയിരുന്നു. അതിന്റെ തൊട്ട് മുമ്പ് 78 കാലഘട്ടങ്ങളിലൊക്കെ പാടിയ വളരെ ഹിറ്റായിട്ടുള്ള गोरी तेरे गाँव बड़ा प्यारा मैं तो गया मारा आके यहाँ रे उस पर रूप तेरा साधा चंद्रमा जो आधा आधा जवारे. അതുപോലുള്ള കാലഘട്ടങ്ങളിലൊക്കെ അതിമനോഹരമായ ശബ്ദവുമായിട്ട് എല്ലാ ഭാഷയിലും പാടിയിട്ടുണ്ട്. പിന്നെ ഒരുപാട് ഒട്ടനവധി ഭാഷകളിൽ അദ്ദേഹം പാടിയിട്ടുണ്ട്. ഇംഗ്ലീഷിൽ പാടിയിട്ടുണ്ട്. അതുപോലെ ആരും ഉണ്ടെന്ന് എനിക്ക് തോന്നണില്ല. ഇല്ല, ഇത്രയും ഭാഷകളിൽ പാടിക്കുന്ന പാട്ട് ആരും ഇല്ല എന്ന് എനിക്ക് തോന്നാൻ പറ്റും. ആ ഒരു അത്രയും വലിയൊരു ഗായകന്റെ ശബ്ദം അതിനോട് സാമ്യമായിട്ടാണ് ഫലാഹ് അലി പാടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് ഫലാഹ് അലിയുടെ പാട്ട് കാണാറുണ്ട്. ശരിക്കും അതൊക്കെ 1 മില്യൺ 2 മില്യണൊക്കെയാണ് ആളുകൾ കാണുന്നത്. ശരിക്കും അത് ശരിക്കും ദാസേട്ടൻ്റെ അന്നത്തെ ആ പാട്ടും പിന്നെ ആ ഒരു ഇപ്പം ഫലാഹ് അലി പാടുന്നതും അതിനോട് സാമ്യപ്പെടുത്തി തനിമ ഒട്ടും കളയാതെ തന്നെ പാടുന്നത് കൊണ്ടായിരിക്കും അല്ലേ? അങ്ങനെ തന്നെയല്ലേ വിശ്വസിക്കുന്നത്? പക്ഷേ അതായിരിക്കും അവർ കേൾക്കുമ്പോൾ ചിലപ്പോൾ അതിനോട് അടുത്തൊക്കെ തനിമ കളയാതെ തന്നെ പാടുന്നുണ്ട്. അങ്ങനെ അത് എന്താ വെച്ചാല് അദ്ദേഹത്തിന്റെ ഉച്ചാരണം, ഒരു പദങ്ങൾ ഉച്ചരിക്കുന്ന രീതി, ശ്രുതി ശുദ്ധത, അതൊക്കെ അദ്ദേഹത്തിന്റെ ട്രേഡ് മാർക്കാണ്. അപ്പൊ അതിൽ നിന്നൊക്കെ അതൊക്കെ നമ്മൾ ഒബ്സർവ് ചെയ്ത് പിടിച്ചെടുത്ത് അതൊന്ന് ശ്രമിച്ചു നോക്കണമാണ്. അപ്പൊ ഈ ദാസേട്ടന്റെ പാട്ടുകൾ ഇപ്പൊ ഒരുപാട് ദാസേട്ടന്റെ പാട്ടുകൾ പാടുന്നുണ്ട്. അപ്പൊ ഈ 60 കാലഘട്ടങ്ങളിലൊക്കെ മുതൽ പാടുന്നു പറഞ്ഞല്ലോ. പെട്ടെന്ന് ദാസേട്ടന്റെ പാട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് ചോദിക്കുകയാണെങ്കിൽ പറയാൻ പറ്റുമോ? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാല് ഒത്തിരി പാട്ടുകളുണ്ട്. പഴയ കാലഘട്ടങ്ങളിലൊക്കെ തുടങ്ങിയാലും ഫലാഹ് അലി എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് ഏറ്റവും കൂടുതൽ മനസ്സിലേക്ക് കയറി ആ പാടാൻ ഇഷ്ടം തോന്നുന്ന ഒരു പാട്ട്, ഏതെങ്കിലും സ്റ്റേജുകളിലൊക്കെ പാടാൻ പറ്റുന്ന ഏറ്റവും കൂടുതൽ പാടുന്ന ഒരു പാട്ട് ഏതാണെന്ന് പറയാൻ പറ്റും? ഏറ്റവും കൂടുതൽ പാടുന്ന പാട്ട് കൂടുതലും പഴയതല്ല, 80s പാട്ടുകളാണ് കൂടുതൽ ഞാൻ പാടാറ്. ഇപ്പോൾ നമ്മള് മെല്ലെ മെല്ലെ മുഖപടം തെല്ലൊതുക്കി അല്ലിയാമ്പൽ പൂവിനെ തൊട്ടുണർത്തി ഒരു കുടന്ന നിലാവിൻ്റെ കുളിരു കോരി നെറുകയിൽ അരുമയായി കുടഞ്ഞതാരോ. ഇതൊക്കെയാണ് എനിക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ. കൂടുതൽ 80കളിലെ പാട്ടാണ് പാടാറ്. പക്ഷെ പണ്ട് കാലത്തും ഒരുപാട് നല്ല പാട്ടുകൾ ദാസേട്ടൻ തന്നിട്ടുണ്ട്. ഈ ഫാസ്റ്റ് സോങ്ങുകളൊക്കെ പാടും ദാസേട്ടൻ, അത് പാടാറുണ്ടോ? ഫാസ്റ്റ് സോങ്ങുകൾ ദാസേട്ടൻ്റെ ഫാസ്റ്റ് സോങ്ങുകൾ ഒത്തിരി പാടിയിട്ടുണ്ട്. മിന്നിത്തെന്നും നക്ഷത്രങ്ങൾ മിന്നിൽ ചിന്നുന്നു
ഇന്നാമിന്നി സാക്കുണ്ടല്ലോ ഒരു ചിറകിൽ മഴവില്ലു വിരിക്കും മനസ്സേ ശുക്രിയ. അതൊക്കെ ദാസേട്ടൻ്റെ ഒരു അതൊക്കെ പാടാറുണ്ടോ? അങ്ങനെ സ്റ്റേജിൽ കുറവാണ്. ഞാൻ കൂടുതലും മെലഡീസും സെമി ക്ലാസിക്സും അങ്ങനത്തെ പാട്ടുകളാണ് പാടാറ്. പക്ഷെ ദാസേട്ടൻ എല്ലാ ടൈപ്പ് പാട്ടും ദാസേട്ടൻ്റെ എല്ലാം പാടും. വെസ്റ്റേൺ സ്റ്റൈലിൽ വരെ അദ്ദേഹം പാടിയിട്ടുണ്ട്. ഒരു 80 കാലഘട്ടങ്ങളിൽ ജോൺസൺ മാഷിന്റെ പാട്ടുകളിൽ വെസ്റ്റേൺ സ്റ്റൈലിലൊരു പാട്ടുകൾ വന്നായിരുന്നു. അത് പറഞ്ഞാൽ അധികം സംഗതികളില്ലാതെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മംഗല്യയാമം മൃദുമംഗല്യയാമം മലർവർണ്ണങ്ങൾ മന്ത്രകോടി നീർത്തുമ്പോ ഭൂമി ചാർത്തുമ്പോ ദേവദൂതർ പാടിയോ. അതൊക്കെ ഒരു ശരിക്കും പറഞ്ഞ ഒരു വെസ്റ്റേൺ സ്റ്റൈല് സിംഗിങ് ആണ്. ഈ പാട്ടൊക്കെ ദാസേട്ടൻ്റെ പാട്ട് ഇങ്ങനെ കൂടുതൽ പാടുമ്പോൾ ആളുകൾ എന്തൊക്കെയാണ് പറയാറുള്ളത് കാണുമ്പോഴേക്ക്? അത് മാത്രമല്ല എന്തെങ്കിലും കോപ്പി അടിച്ചെന്നോ അല്ലെങ്കിൽ അത് മാത്രമാണോ പാടുള്ളൂ, അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ പറ്റിയിട്ടുണ്ടോ? ഇഷ്ടംപോലെ അങ്ങനെ ഒത്തിരി പാട്ട് സ്വന്തം ശബ്ദത്തിൽ പാടിക്കൂടെ, ഇതാണോ നിന്റെ തൊണ്ട, അങ്ങനെയൊക്കെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. ഇതൊക്കെ AI ജനറേറ്റഡ് പാട്ടാണോ അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഞാൻ ഒരു കമന്റ് കണ്ടു ഫേസ്ബുക്കിൽ, ഇത് ശരിക്കും ഡബ് ചെയ്തിട്ട് ലിപ്പ് നക്കിയതല്ലേ എന്ന് ചോദിച്ചു. കാരണം അത് എനിക്ക് തോന്നുന്നത് 4 മില്യൺ വ്യൂസാണ് അതിന് വന്നേക്കുന്നത്. അത് ആ ഒരു കമന്റ് വന്നപ്പോൾ എന്താ തോന്നിയത്? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വിഷമം തോന്നിയ ഇത്. കാരണം ഇങ്ങനെ ഒരു പാട്ട് അതുപോലെ റീപ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ഉള്ള വിഷമം അറിയാലോ. അപ്പൊ അങ്ങനെ പാടി നമ്മൾ വയ്ക്കുമ്പോൾ അതിനിങ്ങനെ ഒരു കമന്റ് ഇടാൻ വളരെ എളുപ്പമാണ്. പക്ഷെ അതിന്റെ പിന്നീടുള്ള ഒരു എഫർട്ട് എന്നുള്ളത് അപ്പൊ നമുക്കതൊരു വിഷമമായിട്ട് തോന്നും. പക്ഷെ അത് ഒരു മാസം വരെയാണ് ആ കമന്റ് നിന്നുള്ളൂ. അതിനു മുമ്പ് അയാൾ അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അത് ചെയ്ത ആളെന്നെ വിളിച്ചു. അപ്പൊ ഞാൻ എൻ്റെ പാട്ട് അധികം കേട്ടിട്ടില്ല, അപ്പൊ അതുകൊണ്ട് പറ്റിയതാണ്. ഞാൻ പിന്നീട് കുറെ പാട്ടുകൾ കേട്ടപ്പോൾ എനിക്കത് പിൻവലിക്കാൻ തോന്നി. ഈ സാധാരണ ഫലാഹലിയുടെ ഒരു പാട്ട് കേൾക്കുമ്പോൾ എല്ലാവരും അത് ശ്രദ്ധിക്കാറുണ്ട്, കാരണം അത് ലിപ്പ് അനക്കണി ആയിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയാറുണ്ട്. ശരിക്കും ഫലാഹലി തന്നെയാണ് ആ പാട്ടുകളൊക്കെ പാടുന്നത്. വേറെ എന്തൊക്കെയാണ് പുതിയ വിശേഷങ്ങൾ? എന്തൊക്കെയാണ് പുതിയത്? ആൽബങ്ങൾ കുറച്ച് ഞാൻ പാടുന്നുണ്ട്, ഡിവോഷണൽ ആയിട്ടുള്ള ആൽബങ്ങൾ. ഈ അടുത്തൊരെണ്ണം ഇറങ്ങാനുണ്ട്. ഇപ്പോൾ ഒരാഴ്ച കൊണ്ട് റിലീസാവും. ഒരെണ്ണം പാടിക്കഴിഞ്ഞായിരുന്നു. അപ്പം അങ്ങനെ ആൽബങ്ങൾ കുറേ ചെയ്യുന്നുണ്ട്. അപ്പം എന്താണെങ്കിലും ഈ 80 കാലഘട്ടങ്ങളിലൊക്കെ 90 കാലഘട്ടങ്ങളിലൊക്കെ അനുബന്ധിച്ചിട്ടുള്ള ഒരുപാട് പാട്ടുകളുണ്ട്. അതിലേറ്റവും ഇഷ്ടപ്പെട്ട പാട്ട്? 80കളിൽ ഒരുപാട് വളരെ ലെജൻഡായിട്ടുള്ള മ്യൂസിക് ഡയറക്ടേഴ്സ് വന്ന ഒരു സമയമാണ്. രവീന്ദ്ര മാഷ്, ജോൺസൺ മാഷൊക്കെ വന്നൊരു സമയമാണ്. അപ്പോൾ ആ സമയത്ത് രവീന്ദ്ര മാഷ്ക്ക് വേണ്ടിയിട്ട് അദ്ദേഹം ആദ്യം പാടിയൊരു പാട്ടുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പാട്ടാണ്. താരകേ മിഴിതളി കണ്ണീരുമായി താഴേ തിരയുവതാരേ നീ ഏതോ കിനാവിൻ്റെ ഏകാന്ത തീരത്തിൽ പൊലിഞ്ഞുവോ നിൻ പുഞ്ചിരി. അതാണ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പാട്ട്. അതിനുശേഷം വന്ന ഇപ്പോൾ സെമി ക്ലാസിക് മൂഡിലുള്ള ഒത്തിരി പാട്ടുകൾ ദാസേട്ടൻ പാടി. മനതാരിന്നും പൊൻകിനാവും കൊണ്ടുവാ ഹൃദയേശ്വരി മമ ജീവനിൽ പ്രിയരാഗമായി വാ മനതാരിൽ എന്നും പൊൻകിനാവും കൊണ്ടുവാ ഹൃദയേശ്വരി മമ ജീവനിൽ പ്രിയരാഗമായി വാ. ഇങ്ങനെയുള്ള പാട്ടുകൾ
അങ്ങനെ ഒത്തിരി പാട്ടുണ്ട്. ശ്രീലതികകൾ തളിരണിഞ്ഞുലയവേ വാകിളി മകളെ തേൻ കുളിർമൊഴിയേ അരിയൊരിയൂ ഞാൻ അതിലിരുന്നാടു കനകലിപികളിൽ എഴുതിയ കവിതനഴകിടും ശ്രീലതികകൾ തളിരണിഞ്ഞുലയവേ. ഒത്തിരി പാട്ടുകളുണ്ട്, ഒരുപാട് ഇഷ്ടം നോക്കുകയാണെങ്കിൽ ഒത്തിരി പാട്ടുകൾ ഈ 80 കാലഘട്ടങ്ങളിൽ പാടാറുണ്ട്, ഇഷ്ടമാണ്. അപ്പൊ ഈ പാട്ട് പാടാനുള്ള കഴിവ് എപ്പോഴും മനസ്സിലായത്? അത് വല്ലാത്ത ചോദ്യമുള്ളൂ. പാട്ടൊക്കെ പാടി ഇത് കഴിവുണ്ടെന്ന് മനസ്സിലാവണമല്ലോ. അത് മറ്റുള്ളവരല്ലേ മനസ്സിലാക്കേണ്ടത്. അത് എങ്ങനെ, അത് ആദ്യത്തിൽ തുടങ്ങി, അത് ഏത് വർഷത്തിൽ തുടങ്ങി? അങ്ങനെ വെച്ചാൽ സത്യം പറഞ്ഞ സ്കൂളുകളിലൊക്കെ പാടാൻ ഞാൻ പേടിയുള്ള ആളാണ്. എനിക്ക് പേടിയാ. അത് കേട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് ചോദിച്ചത്. സ്കൂളിൽ പാടുമ്പോ പേടിയാ. അപ്പൊ ആ കാലഘട്ടം കഴിഞ്ഞ് പക്ഷെ ഞാൻ മദ്രസയിലൊക്കെ പാട്ട് പാടും. അപ്പൊ കുറച്ച് ഓഡിയൻസിലേ ഉള്ളൂ. അതായത് മദ്രസയിലൊക്കെ പാട്ട് പാടുമ്പോ ഒരു ധൈര്യമില്ല, സ്കൂളിൽ പാടുമ്പോൾ ധൈര്യമില്ല. അതിനുശേഷം പിന്നെ കോളേജ് കാലഘട്ടങ്ങളിലേക്ക് എത്തിയപ്പോൾ പാട്ട് പാടി തുടങ്ങി. പാട്ട് ശരിക്കും പ്രൊഫഷണലായിട്ട് പഠിത്തം തുടങ്ങി. കോളേജിൽ പാടിയപ്പോൾ ഒരു ധൈര്യം കിട്ടി, കുറെ കൂരും വേളമൊക്കെ കേട്ട് ഇതാക്കാൻ വന്ന് പിന്നെ നമ്മളങ്ങനെ പാടി തുടങ്ങി. പിന്നെ അവിടെ നിന്ന് പാടി ശരിക്കും പ്രൊഫഷണലായിട്ട് തന്നെ പാടി. പ്രൊഫഷണലായിട്ട് തന്നെ പോയി ഗൾഫ് നാടുകളിലൊക്കെ പ്രോഗ്രാം ചെയ്യാൻ പോയിട്ടുണ്ട്. അതെ, അങ്ങനെ ഒരുപാട് ആൽബങ്ങളിൽ പാടിയിട്ടുണ്ട്. അതെ അതെ അല്ലേ? വേറെ ഒരു നമുക്കിപ്പോൾ ഈ പെരുന്നാളൊക്കെയാണല്ലോ, ഒരു മാപ്പിളപ്പാട്ട്, ദാസേട്ടൻ്റെ ഒരു മാപ്പിളപ്പാട്ട് തന്നെയായാലും. പറയാനും പറയാനും മനം തുറന്നിരക്കാനും നീയല്ലാതാരുമില്ല കോനേ. എൻ്റെ കരളിൻ്റെ ഒരുക്കങ്ങൾ അറിഞ്ഞു നീ അനുഗ്രഹം ചൊരിയണമെൻ്റെ തമ്പുരാനേ. കരയാനും പറയാനും മനം തുറന്നിരക്കാനും നീയല്ലാതാരുമില്ല കോനേ. എൻ്റെ കരളിൻ്റെ ഒരുക്കങ്ങൾ അറിഞ്ഞു നീ അനുഗ്രഹം ചൊരിയണമെൻ്റെ തമ്പുരാനേ. നല്ല രസമുണ്ടായി ആ പാട്ട്. ഇപ്പൊ ഈ അതുപോലെ തന്നെ തമിഴിൽ ഒരുപാട് പാട്ടുകളുണ്ട് ദാസേട്ടൻ. അതെ അതെ, അതിലൊരു പാട്ട് നമുക്കൊന്ന് കേട്ടാലോ? കല്യാണത്തേ നീല കായ്ച്ചാത പാനില നീതാനേ വാനില എന്നോട് വാനില தேயாத வெண்ணிலா உன் காதல் கண்ணிலா ஆகாயம் மண்ணிலா கல்யாணத்தேன் நீலா കായ്ച്ചാത പാൽനിലാ. എന്ത് ഫീലുള്ള പാട്ടല്ലേ അതൊക്കെ. നല്ല രസമാണ്. അത് അതിന്റെ വിഷ്വലൊക്കെ ഭയങ്കര രസമല്ലേ. ഫീൽ ചെയ്തിട്ടുള്ള ഒരു പാട്ടാണ്. അതുപോലെ തന്നെ പിന്നെ വേറെ ഭാഷകളിൽ ഏതൊക്കെ പാടുന്നത്? ഹിന്ദി പാടൂലേ? ഹിന്ദി പാടാറുണ്ട്. ഇപ്പൊ അദ്ദേഹത്തിന്റെ ഏറ്റവും ഫേമസ് പാട്ട് ഗോരി തെരാ ഗാവ് എന്നുള്ള പാട്ട്. അത് കൂടാതെ നല്ല പാട്ടുകളുണ്ട്. മധുബൻ ഖുശ്ബൂ ദേതാ ഹൈ സാഗർ സാവൻ ദേതാ ഹൈ മധുബൻ ഖുശ്ബൂ ദേതാ ഹൈ സാഗർ സാവൻ ദേതാ ഹൈ ജീനാ ഉസ്കാ जीना है जोरों को जीवन देता है मधुबन खुशबू देता है. ഇത് രസമല്ലേ? ഓരോ പാട്ടുകൾ കേൾക്കുമ്പോഴും ഭയങ്കര രസമാണ്. ദാസേട്ടൻ ലാസ്റ്റ് പാടിയ പാട്ട് പാടിയാൽ മതിയാവൂല. ദാസേട്ടൻ ഇപ്പൊ അമേരിക്കയിലാണ്. ഇനി അമേരിക്കയിലാണ് ദാസേട്ടൻ കുറേ നാളുകളായിട്ട് അവിടെ തന്നെയാണുള്ളത്. ദാസേട്ടൻ്റെ പാട്ടുകളൊക്കെ ഇപ്പോഴും നമ്മുടെ മനസ്സിൽ ഇവിടെ തൊട്ടടുത്ത് നിൽക്കും പോലെ നമുക്ക് ഫീൽ ചെയ്യും പല സമയത്തും പല സന്ദർഭങ്ങളിലൊക്കെ. പക്ഷേ ഈ ഇന്നത്തെ കാലഘട്ടവും അന്നത്തെ കാലഘട്ടവും തമ്മിലുള്ള വ്യത്യാസം പറയുമ്പോൾ ഒരു ഗായകൻ എന്ന നിലയിൽ പാട്ടുകൾ കുറച്ചുകൂടി ലിറിക്സിനൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻസ് ആയിരുന്നു. സംഗീതത്തിനായാലും സംഗീതത്തിനൊരു
കൃത്യത എന്ന് പറയാം. ഇപ്പം കൃത്യത ഇല്ലാന്നല്ല അർത്ഥം, പക്ഷെ ഒരു ഡെഫിനിഷൻ എന്ന് പറയാം. ഓരോ സ്വരങ്ങളെ ബേസ് ചെയ്തിട്ട് തന്നെയായിരിക്കും പോവുക. ഇതിപ്പോൾ കുറേ കൂടി വെസ്റ്റേണൈസ്ഡ് സിംഗിങ് സ്റ്റൈലാണ്. മാത്രമല്ല പാട്ട് സിനിമയ്ക്ക് പശ്ചാത്തല സംഗീതമായിട്ടാണ് യൂസ് ചെയ്യുന്നത് പലപ്പോഴും. ലിപ്പ് വെച്ചിട്ട് പാടുന്ന ആ പരിപാടിയില്ലല്ലോ, ചുണ്ട് വെച്ചിട്ടുള്ള പരിപാടിയില്ല. വിഷ്വല് മാത്രമാണുള്ളൂ, വിഷ്വലിന്റെ ബാക്കിംഗ് ആയിട്ടാണ് പാട്ട്. അപ്പൊ അതിൻ്റെതായ പ്രശ്നങ്ങൾ പാട്ടുകൾക്ക്. മുമ്പ് പ്രേം നസീറും അതുപോലെ സത്യൻ പോലെയുള്ള അങ്ങനെ കുറേ പേരുകൾ ലിപ്പ് വെച്ചിട്ടാണ് ആ പാട്ട് എന്താണെന്ന് നമുക്ക് ഫീൽ ചെയ്യുന്ന രൂപത്തിലാണ് വന്നത്. അതെ അതെ അതെ. അപ്പൊ ഇപ്പൊ ഞാൻ നേരത്തെ പാടിയ ചന്ദ്രകളവായ പോലെ നമ്മളെപ്പോഴും ഓർക്കുന്നത് എന്താണ്, നസീർ സാറ നല്ല ഉച്ചാരണ ശുദ്ധിയോടുകൂടി പാടുന്നതല്ലേ. അതുപോലെ ഇന്ദ്രവല്ലരിപ്പൂ ചൂടി വരും സുന്ദര ഹേമന്തരാത്രി, അങ്ങനെയൊക്കെയല്ലേ പാട്ട്. അതായത് ഓരോ വരികളും പെറുക്കിയെടുക്കാം, ആ രീതിയിലാണ് മനസ്സിലാവും. ക്ലാരിറ്റി ഉണ്ട്, അതിനൊരു ഉദ്ദേശമുണ്ട്, ഒരു അർത്ഥമുണ്ട്. പാട്ടിന് വേണ്ടിയിട്ടാണ് ആ വിഷ്വൽ വരുന്നത്. അത് തന്നെ അങ്ങനെ ആ സിനിമയുടെ ഒരു കൾച്ചർ ആ പാട്ടിലുണ്ടാവും. എന്താണ് ഒരുപാട്. ഇപ്പൊ അത് ഈ പറഞ്ഞ പോലെ ബാക്ക്ഗ്രൗണ്ട് ഫില്ലറായി പോയി എന്നുള്ളത് ഒരു കഷ്ടകാലമാണോ നല്ല കാലമാണോ എന്നറിയില്ല. പടത്തിലൊക്കെ വരുന്നുണ്ട് ലിപ്പായിട്ട്, അപൂർവമാണ്. എന്നാലും പണ്ടത്തെ വെച്ചോ അത്രയില്ല, ആ ഒരു ഫ്രഷ്നെസ് ഇല്ല. എന്താണ് ഇപ്പം എന്താണെങ്കിലും ഒരുപാട് സന്തോഷമുണ്ട്. കുറച്ച് സമയം ഇവിടെ ESP മീഡിയയുടെ പ്രേക്ഷകരോടൊപ്പം ഞാൻ ഓടി വന്നതാണ്. ഞാനിപ്പോ എന്തായാലും കുറെ നാളായിട്ട് കാണണം എന്ന് വിചാരിച്ചതല്ലോ. ഞാൻ അത്ര വെല്ലല്ല, അത്ര ചെറിയ സുഖമായിട്ട് ഇങ്ങനെ ഇരിക്കായിരുന്നു. അങ്ങനെയാണ് വന്നത്. ഈ ഫലാഹലിയായിട്ട് ഞാൻ ഒരുപാട് പ്രോഗ്രാം ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരുപാട് സ്ഥലത്ത് ഞങ്ങൾ പ്രോഗ്രാമിന് പോയിട്ടുണ്ട്. പക്ഷെ അന്നൊന്നും ഇങ്ങനെ ഇന്റർവ്യൂവിനൊക്കെ പറ്റി പറയുമ്പോഴും ആ സമയത്തിന്റെ കുറവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ മാറി തെന്നി മാറിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ ഈ വലിയ പെരുന്നാളിന് നമ്മൾ ഒരുമിച്ച് കൂടി. എല്ലാവർക്കും വലിയ പെരുന്നാൾ ആശംസ നേരെയാണ് ഞങ്ങളുടെ രണ്ടുപേരുടെയും പേരിൽ. എല്ലാവർക്കും സമൃദ്ധമായ ഒരു വലിയ പെരുന്നാൾ, എല്ലാ ആഘോഷങ്ങളും സന്തോഷങ്ങളും എല്ലാം ഉണ്ടാവട്ടെ, പടച്ചോൻ തരട്ടെ. അപ്പം എന്താണെങ്കിലും ഫലാഹലിയുടെ കുറച്ച് വിശേഷങ്ങളും കുറച്ച് പാട്ടുകളും ഒക്കെ നമ്മൾ കേട്ടു. ഒരുപാട് സന്തോഷമുണ്ട് ESP മീഡിയയ്ക്ക്. പ്രത്യേകിച്ച് എനിക്ക് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തിനെയാണ് ഈ വലിയ പെരുന്നാളിന് കിട്ടിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ എന്താണെങ്കിലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. തൽക്കാലം ഇവിടെ പറയുന്നു, നിങ്ങളുടെ സ്വന്തം ഇബ്രു.